പുതിയ ഒരു ഐറ്റം നമ്മുടെ വിശ്വാസത്തിന്റെ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ലിക്വിഡ് ഫയർ. ഈ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാത്താൻ സേവ, മന്ത്രവാദം, നരബലി, അന്യഗ്രഹ ജീവിതം തുടങ്ങി വിശ്വാസത്തെ മുതലെടുക്കുന്ന ഒരുപാട് വേലത്തരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ അവസാനം സംഭവിക്കുന്ന ദുരന്തവും നാം കണ്ടിട്ടുണ്ട്. കോട്ടയത്തും തിരുവനന്തപുരത്തുമുള്ള 3 ചെറുപ്പക്കാരുടെ അടുത്തിടെ നടന്ന ദുർമരണം നമ്മളെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. എവിടുന്നൊക്കെയോ ആരിൽ നിന്നൊക്കെയോ ലഭിച്ച മാർഗനിർദ്ദേശത്തെ അന്ധമായി പിൻപറ്റിയ വിദ്യാസമ്പന്നരായ 3 ചെറുപ്പക്കാർ അവസാനിച്ചത് ദുർമരണത്തിൽ. വിശ്വാസമാണ് ഇപ്പോൾ മാർക്കറ്റിലെ ഏറ്റവും നല്ല വിൽപ്പന ചരക്ക്. നിങ്ങൾക്ക് ചുളുവിൽ പ്രശസ്തനാകാനും നൊടിയിടയിൽ സമ്പന്നനാകാനുമുള്ള കുറുക്കുവഴിയാണ് വിശ്വാസം വിറ്റഴിക്കൽ. എല്ലാ മതങ്ങളിലും ഈ തട്ടിപ്പുണ്ടെങ്കിലും ക്രൈസ്തവർക്കിടയിലാണ് വ്യാപകമായ തട്ടിപ്പ്. തട്ടിപ്പുകാരായ ഈ ഉഡായിപ്പുകാർ നിമിഷ നേരം കൊണ്ട് ആൾ ദൈവങ്ങളായി മാറുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരെ മാറ്റുന്നു. സങ്കടങ്ങളുമായി പ്രാർത്ഥനയ്ക്കെത്തുന്ന വിശ്വാസികളുടെ പോക്കറ്റടിച്ച് ഇവറ്റകൾ കോടീശ്വരന്മാരായ ചിത്രം നമ്മൾക്ക് മുൻപിലുണ്ട്. പെന്തക്കോസ്തുകാർക്കിടയിലാണ് തട്ടിപ്പ് വീരന്മാർ ഏറെയും വിലസുന്നത്. കാരണം വിശ്വാസത്തിനു വേണ്ടി വലിയ വില കൊടുക്കുന്നവരാണ് പെന്തക്കോസ്ത് സമൂഹം. പ്രാർത്ഥനയും ദൈവവിശ്വാസവും കൈമുതലാക്കിയ അവരുടെ ദൗർബല്യം മുതലെടുത്ത് വ്യാജന്മാർ ഈ രംഗത്ത് വിലസുന്നത് സങ്കടകരമായ ഒരു കാഴ്ചയാണ്. ന്യൂജൻ സഭകൾ എന്ന പേരിൽ മലയാളി തട്ടിപ്പ് വീരന്മാരുടെ വൻപട തന്നെ അഴിഞ്ഞാടുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് നേരിട്ട് അശരീരികൾ കേട്ടതായും ദർശനങ്ങൾ കാണുന്നതായും ഇവർ പറയുമ്പോൾ അമാനുഷിക ശക്തിയുള്ള ദിവ്യനായി അല്പവിശ്വാസികൾ ഇവരെ ആരാധിക്കുന്നു. ബാംഗ്ലൂരിൽ നടന്ന ഒരു പുതിയ വീഡിയോ നിങ്ങളൊന്ന് കാണുക. ആത്മനദിയെ കുറിച്ച് പ്രസംഗിക്കുക. As I was preaching about the river of the Spirit, നദിയെ കുറിച്ച് പ്രസംഗിച്ചു വരുമ്പോൾ as I was coming along preaching, എന്റെ വാക്ക് കേൾക്കുകയാണ്. I heard a word, ലിക്വിഡ് ഫയർ. liquid fire. ഉറക്കെ പറ, ലിക്വിഡ് ഫയർ. Everybody say loudly, liquid fire. ഇതുവരെ ഇന്ത്യ കണ്ടത് വെള്ളം ഒഴുകുന്നതാണ്. If till now India saw water flowing, ഇനി നീ കാണാൻ പോകുന്നത് നദിയിൽക്കകത്ത് തീ ഒഴുകും. India is going to see a river of liquid fire. നീ മഴ പെയ്യുന്നതേ കണ്ടിട്ടുള്ളൂ. You have only seen rain falling, പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, but the Holy Spirit is saying നിന്റെ മേൽ തീ പെയ്യുന്ന you സമയങ്ങളാണ്. are going to see fire falling on you. ഉറക്കെ പറഞ്ഞ ലിക്വിഡ് ഫയർ. Liquid fire. ഞാനത് കേട്ടിട്ടില്ല, അങ്ങനെ ഒരു വാക്ക് I've കേട്ടിട്ടില്ല. never heard a word like that. ഇന്ന് രാത്രി ആ ദൂത് ചിലരോട് പറയാൻ പറയും. തീക്ക് വേണ്ടി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? Is തീക്ക് there വേണ്ടി anyone willing to stand for the fire? തീക്ക് വേണ്ടി ആരെങ്കിലും നിൽക്കാനുണ്ടോ? Is there anyone willing to stand for the fire? ലിക്വിഡ് ഫയർ, ലിക്വിഡ് ഫയർ. For the liquid fire. അഗ്നി നാവുകൾ പെയ്തിറങ്ങുന്നത്, Just like tongues of fire. മാളിക മുറിക്കകത്ത് പെയ്തിറങ്ങി Just അഗ്നി like നാവുകൾ tongues of fire came in the upper room. ഇന്ന് ബാംഗ്ലൂരിന്റെ ആത്മമണ്ഡലത്തിൽ പെയ്യട്ടെ. Let it fall in the atmosphere of Bangalore. തീ കത്തുന്നു, തീ കത്തുന്നു. Fire വിടരുത്. is burning. ആരും കാണാൻ നിൽക്കല്ലേ. Don't stand to watch. നിങ്ങൾ കാണാൻ നിൽക്കല്ലേ. Don't പ്രാർത്ഥിച്ച്. stand to watch. Pray. ഹെവിയായത് ഇവിടെ സംഭവിക്കുന്നു. Something heavy is taking ആത്മാവിൽ place. പ്രാർത്ഥിച്ചു. Pray in the spirit. അന്യഭാഷയിൽ സംസാരിച്ചു. ലിക്വിഡ് ഫയർ, ലിക്വിഡ് ഫയർ, Liquid fire. ലിക്വിഡ് ഫയർ. Liquid fire. രാജ്യങ്ങളെ Upon the nation. അഗ്നി വഹിച്ചു കൊണ്ടുപോകാൻ To carry this Wow. liquid fire. വാ, Carry this liquid fire to the വാ. nations. ഇപ്പോൾ തീ കത്തട്ടെ. Let that fire burn. ലിക്വിഡ് ഫയർ. Liquid fire. ഫയർ വിങ്സിന്റെ നോട്ടീസിനകത്ത് എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു. It was like written like this in the notice and fire wings. ഒരു അഗ്നി ചിറകുമായി ഒരു പ്രാവ് വന്നിറങ്ങുന്നു. ചില പട്ടണങ്ങൾക്കകത്തെല്ലാം തീ നദി ഒഴുകുന്നു. The liquid fire is going to flow into some towns and cities. ലിക്വിഡ് ഫയർ. ഞാൻ ആ വാക്ക് ഇന്ത്യൻ സഭയുടെ മേൽ റിലീസ് ചെയ്യുകയാണ്. Releasing this word upon the Indian church. Liquid പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയുടെ മേൽ റിലീസ് ചെയ്യുന്നു. especially upon South India. ലിക്വിഡ് ഫയർ. This word, liquid fire. ബൈബിളിൽ പറയാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന
കൾട്ട് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ രംഗത്ത് അർമാദിക്കുന്നത്. നിങ്ങളുടെ മക്കൾ ഇവരുടെ വലയിൽപ്പെട്ടാൽ അരുണാചലിൽ നടന്ന 3 ദുർമരണം പോലെ വല്ലതും സംഭവിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ലിക്വിഡ് ഫയർ എന്ന് ബൈബിളിൽ ഇല്ലേയില്ല. നമ്മൾ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്ന് വെച്ചാൽ LPG എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ലിക്വിഡ് ഫയർ എന്താണാവോ? അത് പറയുന്നവനും കേൾക്കുന്നവനും അറിയില്ല അതിന്റെ അർത്ഥം. ഓരോ പുതിയ പേരുകൾ ഇറക്കി സമൂഹത്തിലെ ചെറുപ്പക്കാരെ ആകൃഷ്ടരാക്കി വഴിതെറ്റിക്കുന്ന തട്ടിപ്പുകൾ. ഇയാൾ പറയുന്നത് കേട്ട് ഒരു ദിവ്യനെ എന്നോണം ഇയാളെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടോ? ആ ശരീരം മുഴുവനും ലിക്വിഡ് ഫയർ ഉണ്ടെന്നാണ് ഈ സാധു ചെറുപ്പക്കാരുടെ വിശ്വാസം. അയാൾക്ക് ദിവ്യശക്തി ഉണ്ടെന്നും അത് തങ്ങളിലേക്ക് ആവാഹിക്കണമെന്നുമുള്ള ചിന്തയിൽ കൂട്ടമായി അയാളെ കെട്ടിപ്പിടിക്കുന്നു. ഇയാൾ പറയുന്നത് നിങ്ങൾ കേട്ടോ? ഇന്ത്യയിൽ നദി ഒഴുകുന്നതേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ഇനി തീനദി ഒഴുകുമെന്ന് പറയുമ്പോൾ ആ പറയുന്നത് എന്താണെന്ന് പോലും ചിന്തിക്കാതെ അത് കേട്ട് ചുറ്റും നിൽക്കുന്ന മൊണ്ണകൾ കൈകൊട്ടി ആർപ്പിടുന്നു. ഇടയ്ക്കിടെ അയാൾ ഊതുന്നുമുണ്ട്. അത് ദിവ്യ ഊത്താണെന്ന് കരുതി ആണും പെണ്ണും അടങ്ങിയ ചെറുപ്പക്കാർ ആവേശം കൊള്ളുന്നുമുണ്ട്. സകല വിദ്യകളും പയറ്റുകയാണ് ആ മനുഷ്യൻ. ഇയാൾക്ക് അടിമകളാണ് ചുറ്റും നിൽക്കുന്ന ആ ചെറുപ്പക്കാർ. ഒരു മായാജാലക്കാരനെ പോലെ അയാൾ ചുറ്റുമുള്ളവരെ മറ്റൊരു ദിശയിലേക്ക് നയിക്കുകയാണ്. ഇത്തരക്കാർ നിർദ്ദേശിക്കുന്നത് എന്തും അനുസരിക്കത്തക്കവണ്ണം മാനസികമായി അടിമകളാക്കുകയാണ് ആദ്യം ചെയ്യുക. അതിൽ വിജയിച്ചു കഴിഞ്ഞു. നിങ്ങളെ കാഴ്ച കണ്ടില്ലേ? വീണ്ടും ഒരു അരുണാചൽ ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ. ഫയർ വിങ്സ്, ഫയർ റിവർ, ലിക്വിഡ് ഫയർ, ഇങ്ങനെ തീ വാക്കുകൾ കൊണ്ടുള്ള കളി, വ്യർത്ഥവാക്കുകൾ. ഞാനിത് വെളിപ്പെടുത്തുന്നത് ഈ സമൂഹത്തിലെ അനാചാരങ്ങൾ പൊതുജനം അറിയണം എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. അത് രഹസ്യമാക്കി മൂടി വെക്കുന്നത് സമൂഹത്തോട് ചെയ്യുന്ന നെറികേടാണ്. ഇത് ക്രിസ്തീയ വിശ്വാസപ്രകാരമുള്ള ആരാധനയേ അല്ല. നിങ്ങൾ ജാഗ്രത പാലിച്ചേ മതിയാകൂ. കാരണം നിങ്ങളുടെ മക്കളാണ് ഇത്തരക്കാരുടെ വലയിൽപ്പെട്ട ഈയാമ്പാറ്റകളായി ആ ചുറ്റും നിന്ന് ആർപ്പിടുന്നത്. നമ്മുടെ തലമുറ ചതിയുടെ വലയിൽ വീഴരുതെന്ന ആഗ്രഹത്തിലാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത്. ലളിതമായ ഭാഷയിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന ബൈബിൾ വാങ്ങാൻ കിട്ടും. അത് ഏകാഗ്രതയോടെ നമ്മൾ വായിച്ചാൽ, കുടുംബ പ്രാർത്ഥനയ്ക്ക് കുട്ടികളെ കൊണ്ട് വായിപ്പിച്ച് പരിശീലിപ്പിച്ചാൽ നല്ലത്. ഇവന്മാർ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അവർ അഭിഷിക്തരാണ്. ഇത് പെന്തക്കോസ്ത് സമൂഹത്തിനുള്ളിൽ തന്നെ ഒതുക്കി വയ്ക്കണം, പുറത്തറിയിക്കരുത്, മലർന്നു കിടന്ന് തുപ്പരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞ ചിലരുണ്ട്. അവരുടെ മക്കൾ സുരക്ഷിത വലയത്തിലാണെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ രഹസ്യമായി വെക്കണമെന്ന് അവർ എന്നെ ഉപദേശിക്കുന്നത്. ഈ ലിക്വിഡ് ഫയർ കൊണ്ടൊക്കെ വന്നിരിക്കുന്നവരെ അഭിഷിക്തരെന്ന് ദയവായി പറയരുത്. ആഭിചാരത്തിന്റെ വലയിലേക്ക് എന്ന പോലെ മറ്റൊരു കെണിയാണ് ഈ അവതാരകരുടെ ലക്ഷ്യം. ഇതൊക്കെ കാണിച്ച് പുതിയ തലമുറയെ വഴിതെറ്റിച്ച് സ്വന്തം നില ഭദ്രമാക്കാൻ തുനിഞ്ഞിറങ്ങുന്നവരെ പൊതുജനം തിരിച്ചറിയണം. ഇത് സമൂഹത്തിന് ആപത്താണ്, ഇതര സഭകൾക്കും അപമാനമാണ്. എല്ലാ ക്രിസ്ത്യാനികളും ബഹുമാനിക്കുന്ന വിശുദ്ധ സെന്റ് പോൾ പറയുന്നത് കേൾക്കുക. എഫേസ്യർ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യമാണത്. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ലിക്വിഡ് ഫയർ പോലെ കുറെ വ്യർത്ഥ വാക്കുകളിട്ട് അമ്മാനമാടി ജാതി മതഭേദമന്യേ ചെറുപ്പക്കാരെ വരുതിയിലാക്കി വഴിതെറ്റിക്കുന്ന ഇത്തരക്കാരെ കരുതിയിരിക്കുക. ഇവരുടെ വലയിൽ വീഴാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുവദിക്കരുത്. നമ്മളും അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും മറ്റൊരു വിശേഷവുമായി കണ്ടുമുട്ടാം.